ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2024-ൽ ഇറങ്ങിയ ലാ പാൽമ എന്ന മിനി സീരീസാണ്. സ്പെയിനിലെ ലാ പാൽമ എന്ന ദ്വീപിൽ നടന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ള കഥയാണിത്. ഒരു ഫാമിലി വെക്കേഷന്റെ ഭാഗമായി കടലിൽ ട്രിപ്പ് പോകുന്നു. പക്ഷേ അതേ സമയത്ത് ഭീകരമായ ഒരു പ്രകൃതി ദുരന്തം ആരംഭിക്കുന്നു. ഈ വലിയ ദുരന്തത്തിൽ നിന്ന് അവർ ജീവനോടെ രക്ഷപ്പെടുമോ, അല്ലെങ്കിൽ എല്ലാം അവസാനിക്കുമോ? അതറിയാൻ നമുക്ക് നേരെ സിനിമയിലേക്ക് കടക്കാം. കഥ തുടങ്ങുന്നത് വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വന്ന ഒരു യുവതിയിലൂടെയാണ്. ഒരു ഫോട്ടോ എടുക്കുന്നതിനിടെ അവൾക്ക് തന്റെ ഒരു ഇയറിംഗ് നഷ്ടമായതായി മനസ്സിലാകുന്നു. ആദ്യം അത് കടലിൽ വീണുപോയതാകാമെന്ന് അവൾ കരുതുന്നു. ആ ഇയറിംഗ് കണ്ടെത്താൻ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഒന്നും ആലോചിക്കാതെ നേരെ കടലിലേക്ക് ചാടുന്നു. പക്ഷേ അടുത്ത നിമിഷം തന്നെ വെള്ളത്തിനടിയിൽ നിന്ന് ഒരു വിചിത്ര ശബ്ദം കേൾക്കാൻ തുടങ്ങുന്നു. കുറച്ചു സെക്കൻഡുകൾക്കുള്ളിൽ കടൽവെള്ളം തിളയ്ക്കാൻ തുടങ്ങുന്നു. അവരുടെ ഗ്ലാസ് ബോട്ട് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു. അതിനൊപ്പം അവിടെയുണ്ടായിരുന്ന എല്ലാവരും മരിക്കുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം 4 പേരുള്ളൊരു ഫാമിലി അതേ ലാ പാൽമ ഐലൻഡിലേക്ക് വെക്കേഷനായി എത്തുന്നു. കിമിയും ഭർത്താവും ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് ഒരു കാരണത്താലാണ്: തകർന്നു പോകുന്ന അവരുടെ മാരേജ് രക്ഷിക്കാനായി. ഈ വെക്കേഷൻ അവരുടെ റിലേഷൻഷിപ്പ് സേവ് ചെയ്യാനുള്ള അവസാന ചാൻസാണെന്ന് അവർ കരുതുന്നു. സ്വിമ്മിങ്ങിന് റെഡിയാകുന്നതിനിടെ അവരുടെ മകൾ സാര നിലത്ത് കിടന്നിരുന്ന ഒരു പെയർ ഓഫ് ഇയറിംഗ്സ് കണ്ടെത്തുന്നു. അത് കണ്ടുടനെ അച്ഛൻ പറയുന്നു, ഇത് നമ്മുടെ ആരുടെയുമല്ല. പക്ഷെ സാര അതൊന്നും മൈൻഡ് ചെയ്യാതെ അത് ടേബിളിൽ വെക്കുന്നു. അവർക്കറിയില്ലായിരുന്നു ഈ വെക്കേഷൻ അവരുടെ ജീവിതത്തിലെ ഏറ്റവും അപകടകരമായ യാത്രയാകുമെന്ന്. അതേസമയം മലമുകളിലുള്ള ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ മേരി തന്റെ കൊളീഗിനൊപ്പം റിസർച്ചിനായി ഒരു കേവിലേക്ക് പോകുന്നു. പതിവ് പോലെ അവർ ആ ഗുഹയിൽ കയറുന്നു. പക്ഷെ ആ ദിവസം എന്തോ വ്യത്യസ്തമായിരുന്നു. ഗുഹയുടെ ഭിത്തികളിൽ വിചിത്രമായൊരു പാളി രൂപപ്പെട്ടിരിക്കുന്നത് അവർ ശ്രദ്ധിച്ചു. കരിയറിൽ ആദ്യമായാണ് മേരി ഇത്തരമൊരു കാര്യം കാണുന്നത്. ഉടൻ അവൾ സാമ്പിൾസ് കളക്ട് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോഴാണ് അവളുടെ കൊളീഗ് നിലത്ത് കിടക്കുന്ന നിരവധി ചത്ത വവ്വാലുകളെ കണ്ടെത്തുന്നത്. അവർ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഗുഹയ്ക്കുള്ളിൽ കാർബൺ ഡയോക്സൈഡിന്റെ ലെവൽ സാധാരണയേക്കാൾ വളരെ കൂടുതലാണ്. പക്ഷെ അതിലും ഭയപ്പെടുത്തിയത് അടുത്ത നിമിഷം സംഭവിച്ചതാണ്. ഗുഹയിൽ ഒരു വലിയ ക്രാക്ക് പെട്ടെന്ന് രൂപപ്പെടുന്നു. അതേസമയം ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ തന്റെ ഓഫീസിൽ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലെ റിപ്പോർട്ട് പറയുന്നത് ലാ പാൽമയുടെ സൗത്ത് ഈസ്റ്റേൺ കടൽ ഏരിയയിൽ ഒരു സ്പീഡ് ബോട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അതിലുള്ള ആളുകൾ ആരും ജീവനോടെ ഉണ്ടായിരുന്നില്ല. ആ സ്പീഡ് ബോട്ട് സംഭവത്തിന്റെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ആ വാർത്ത വായിച്ച ശേഷം ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ വളരെ ടെൻഷനിലാകുന്നു. അല്പസമയത്തിനു ശേഷം മേരിയും അവളുടെ കളീഗും ഓഫീസിലേക്കെത്തി കേവിൽ അവർ കണ്ടെത്തിയ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷനിൽ അവർ മനസ്സിലാക്കിയത് ആ ഗുഹയ്ക്കുള്ളിലെ വായുവിൽ അപകടകരമായ അളവിൽ കാർബൺ ഡയോക്സൈഡും അലുമിനിയം ഓക്സൈഡും ഉണ്ടെന്നാണ്. ഇതുവരെ ഇത്തരമൊരു സംഭവം അവിടെ ഒരിക്കലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതോടെ മാത്രം കാര്യം തീരുന്നില്ല. ഐലൻഡിലെ റെയിനി സീസൺ സാധാരണയേക്കാൾ നീളുകയാണ്. മഴയുടെ അളവും തുടർച്ചയായി വർദ്ധിക്കുന്നു. അതിന്റെ കാരണം മലകളിലെ റോക്സിന്റെ ബാലൻസ് തകരാൻ തുടങ്ങുന്നു. ഗുഹയുടെ ഉള്ളിൽ ഡേഞ്ചറസ് ക്രാക്കുകൾ രൂപപ്പെടുന്നു. ഈ അവസ്ഥ തുടർന്നാൽ വലിയ എർത്ത്ക്വേക്ക്, ലാൻഡ്സ്ലൈഡോ ഉണ്ടാകാൻ വലിയ ചാൻസ് ഉണ്ടെന്ന് മേരി പറയുന്നു. പക്ഷെ ഡയറക്ടർ അതിനോട് യോജിക്കുന്നില്ല. ചെറിയ ട്രെമേഴ്സൊക്കെ മലപ്രദേശങ്ങളിൽ സാധാരണമാണ്. ടോക്സിക് ഗ്യാസിന്റെ ക്ലിയർ എവിഡൻസ് ഒന്നും ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. ഇപ്പോഴുള്ള സിറ്റുവേഷൻ അത്ര വലിയ ത്രെഡ് ഡിക്ലെയർ ചെയ്യാൻ പോരാ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് കേട്ട് മേരിക്കും അവളുടെ കൊളീഗിനും വലിയ നിരാശയായി. പക്ഷെ മേരിയുടെ കൂടെയുണ്ടായിരുന്ന കൊളീഗ് തന്റെ സംശയത്തിൽ ഉറച്ചുനിന്നു. അവൻ മേരിയെ മാപ്പിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. 1948-ൽ ഇവിടെ വലിയ വോൾക്കാനിക് ഇറപ്ഷൻ നടന്നിരുന്നു. ആ ഇറപ്ഷൻ കാരണം കിലോമീറ്ററുകൾ നീളമുള്ള ഒരു വലിയ ക്രെവിസ് രൂപപ്പെട്ടിരുന്നു. ഒരാൾക്ക് അതിനുള്ളിലൂടെ നടക്കാൻ പോലും പറ്റുന്നത്ര വലിയത്. അങ്ങനെ ഒരു എക്സ്പ്ലോഷൻ വീണ്ടും സംഭവിച്ചാൽ മലയുടെ ഒരു വലിയ ഭാഗം മുഴുവൻ തകർന്ന് നേരെ കടലിലേക്ക് വീഴാൻ സാധ്യതയുണ്ടെന്നവൻ പറയുന്നു. ഒരു സിറ്റിയുടെ വലിപ്പമുള്ള ഭാഗം കടലിലേക്ക് പതിച്ചാൽ അതിനു പിന്നാലെ വരുന്ന സുനാമി എത്ര ഭീകരമായിരിക്കുമെന്ന് ചിന്തിക്കാനേ പറ്റൂ. അപ്പോൾ അവൻ ഡയറക്ടറിനോട് ചോദിക്കുന്നു, ഇത്രയും അപകടസാധ്യതയുണ്ടായിട്ടും ആളുകളെ മുൻകൂട്ടി വാർണിംഗ് നൽകാത്തത് എന്തുകൊണ്ടാണ്? പക്ഷേ ഡയറക്ടറിന് അതിനു പിന്നിൽ ഒരു പഴയ കാരണമുണ്ടായിരുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ലാൻഡ്സ്ലൈഡ് ഉണ്ടാകുമെന്ന് പറഞ്ഞ് അദ്ദേഹം വാർണിംഗ് നൽകിയിരുന്നു. അതോടെ വലിയ പാനിക് ഉണ്ടായി. പക്ഷെ അവസാനം ഒന്നും സംഭവിച്ചില്ല. ആ സംഭവം അദ്ദേഹത്തിന്റെ ജോബ് തന്നെ ഓൾമോസ്റ്റ് നഷ്ടപ്പെടുത്താൻ കാരണമായി. അതിനുശേഷം ഡിസാസ്റ്റർ ഉറപ്പാകാതെ മറ്റൊരു വാർണിംഗ് നൽകാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അതേസമയം അദ്ദേഹം ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയിരുന്നു, പുതിയ ഫൈൻഡിംഗ്സ് പരിശോധിക്കാൻ. അവിടെ വന്ന ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്നത് ഞെട്ടിക്കുന്ന കാര്യമായിരുന്നു. സ്പീഡ് ബോട്ടിൽ മരിച്ച എല്ലാവരും എക്സ്ട്രീംലി ഹൈ ടെമ്പറേച്ചർ ഗ്യാസ് എക്സ്പോഷർ മൂലമാണ് മരിച്ചത്. അവരുടെ ലങ്സിൽ കാർബൺ ഡയോക്സൈഡും സൾഫർ ഡയോക്സൈഡും കണ്ടെത്തി. അതായത് സ്ഥിതി ഒരിക്കലും നോർമൽ അല്ലായിരുന്നു. അതേസമയം റിസോർട്ടിൽ നിക്കിന്റെ ഫാമിലി ഒന്നും അറിയാതെ വെക്കേഷൻ എൻജോയ് ചെയ്യുകയാണ്. സാര പൂളിന്റെ അടുത്ത് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി അവളുടെ അടുത്തേക്ക് വന്ന് ബീച്ച് വോളിബോൾ കളിക്കാൻ വിളിക്കുന്നു.
സാറ ആ പെൺകുട്ടിയുടെ ഇൻവിറ്റേഷൻ നിരസിക്കുന്നു. കാരണം ഓട്ടിസമുള്ള തന്റെ ചെറിയ സഹോദരനെ നോക്കേണ്ടത് അവളാണ്. സത്യത്തിൽ സാരയ്ക്കും പുതിയ ഫ്രണ്ട്സ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ മുന്നോട്ടു പോകാനുള്ള കോൺഫിഡൻസ് അവൾക്കില്ല. അവളുടെ സാഡ്നസ് അച്ഛനായ നെക്സ്റ്റ് ശ്രദ്ധിക്കുന്നു. അവൻ സാരയെ എൻകറേജ് ചെയ്യുന്നു. നീ പോയി കളിക്കൂ, നിന്റെ ബ്രദറിനെ ഞാൻ നോക്കിക്കോളാം എന്ന്. അത് കേട്ടതോടെ സാര ഒടുവിൽ ഗെയിം ജോയിൻ ചെയ്യാൻ സമ്മതിക്കുന്നു. പോകുന്നതിനു മുൻപ് നിക്ക് അവൾക്ക് വോളിബോളിന്റെ ചില ബേസിക് റൂൾസ് വേഗത്തിൽ പറഞ്ഞുകൊടുക്കുന്നു. അങ്ങനെ സാര കളിക്കാൻ പോകുന്നു. നിക്ക് തന്റെ ഭാര്യ ഒരു സ്പാനിഷ് മാനിനൊപ്പം ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നു. അത് കണ്ട ഉടനെ അവന് അസൂയയും കോപവും തോന്നുന്നു. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ മകൻ കാണാനില്ല. നിക്ക് പാനിക്കായി മകനെ തിരയാൻ തുടങ്ങുന്നു. അവൻ കരുതുന്നത് അവൻ ബീച്ചിലേക്ക് സിസ്റ്ററിനെ അന്വേഷിച്ചു പോയിരിക്കാമെന്നാണ്. അവൻ നേരെ കടൽ തീരത്തേക്ക് ഓടി മകന്റെ പേര് വിളിച്ചുകൊണ്ട് തിരയുന്നു. കുറച്ചു കഴിഞ്ഞ് ദൂരെ ഒരു റോക്കിന്റെ മുകളിൽ നിൽക്കുന്ന ചെറിയ ഒരു കുട്ടിയെ അവൻ കാണുന്നു. അടുത്തെത്തിയപ്പോൾ അത് തന്റെ മകനാണെന്ന് നിക്ക് മനസ്സിലാക്കുന്നു. പക്ഷേ ആ കുട്ടി കടലിലോട്ട് നോക്കി നിശബ്ദമായി നിൽക്കുകയായിരുന്നു. കാരണം അവൻ കാണുന്നത് അസാധാരണമായ ഒരു കാഴ്ചയാണ്. അനവധി ടേർട്ടിൽസ് ഒരുമിച്ചു കടലിൽ ഗ്യാദർ ചെയ്യുന്നു, എന്തോ വലിയ മൈഗ്രേഷന് തയ്യാറാകുന്നത് പോലെ. അതേസമയം മേരി തന്റെ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. കേവിൽ നിന്ന് കൊണ്ടുവന്ന വാട്ടർ സാമ്പിളിൽ അൺയൂഷ്വൽ മിനറൽസ് ഒന്നും കണ്ടെത്തിയില്ല. അതിന്റെ അർത്ഥം വളരെ ഭീകരമായിരുന്നു. സീ വാട്ടർ അതിവേഗത്തിൽ മൗണ്ടനിന്റെ ഉള്ളിലേക്ക് കയറി നേരെ കേവ് വരെ എത്തിയിരിക്കുന്നു. അവർ കണ്ടെത്തിയ ക്രാക്ക് വളരെ പുതിയതാണ്, മാക്സിമം 2 ആഴ്ച മാത്രം പഴക്കം. ഇത് സത്യമാണെങ്കിൽ ഐലൻഡിലുള്ള എല്ലാവരും വലിയ അപകടത്തിലാണെന്ന് മേരി മനസ്സിലാക്കുന്നു. അതിനാൽ അവളും കൊളീഗും വീണ്ടും മൗണ്ടനിലേക്ക് തിരികെ പോകാൻ തീരുമാനിക്കുന്നു, ക്രാക്കിന്റെ അപ്പർ സെക്ഷൻ നേരിട്ട് പരിശോധിക്കാൻ. ക്രാക്കിന്റെ ഒരു ഭാഗം പതുക്കെ താഴേക്ക് സിങ്ക് ആകാൻ തുടങ്ങി. ഉടൻ അവർ എക്വിപ്മെന്റ് സെറ്റ് ചെയ്ത് മെഷർമെന്റ്സ് എടുക്കുന്നു. അവരുടെ ഭയം ശരിയായിരുന്നു. ക്രാക്ക് സ്ഥിരമായി മൂവ് ചെയ്യുകയാണ്. ഇപ്പോൾ മൂവ്മെന്റ് സ്ലോ ആണെങ്കിലും ഇത് തുടർന്നാൽ ഒരു മാസീവ് കറ്റാസ്ട്രഫി ഒഴിവാക്കാനാവില്ലെന്ന് വ്യക്തം. അതേസമയം ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിലും വാർണിംഗ് സൈൻസ് ഡിറ്റക്ട് ചെയ്യാൻ തുടങ്ങുന്നു. മൗണ്ടനിന്റെ ചുറ്റുമുള്ള ഗ്യാസ് ലെവൽ ഉയരുന്നു. ചെറിയ ട്രെമേഴ്സ് അനുഭവപ്പെടുന്നു. ഉടൻ ഡയറക്ടർ നാഷണൽ ഗാർഡിനെ കോൺടാക്ട് ചെയ്യാൻ ഓർഡർ നൽകുന്നു, ആവശ്യമെങ്കിൽ മൗണ്ടനിലുള്ള ടൂറിസ്റ്സിനെ ഇവാക്യുവേറ്റ് ചെയ്യാൻ. അപ്പോഴാണ് മേരി ഡയറക്ടറിനെ വിളിക്കുന്നത്. അവരിപ്പോഴും മൗണ്ടനിലാണെന്ന് മനസ്സിലായതോടെ ഡയറക്ടർ പാനിക്കാകുന്നു. എക്വിപ്മെന്റ് എല്ലാം ഉപേക്ഷിച്ച് ഉടൻ താഴേക്കിറങ്ങൂ എന്നദ്ദേഹം അവരോട് ഷൗട്ട് ചെയ്യുന്നു. പക്ഷേ അവർ ഇപ്പോഴും മെഷർമെന്റ്സ് എടുക്കുന്നതിനിടെയാണ് ആ വലിയ വിള്ളലിൽ നിന്ന് പെട്ടെന്ന് വെള്ള നിറത്തിലുള്ള പുക പുറത്തേക്ക് വരാൻ തുടങ്ങിയത്. അത് കണ്ട ഉടനെ മേരിയും സഹപ്രവർത്തകനും ജീവൻ രക്ഷിക്കാൻ ഓടിത്തുടങ്ങുന്നു. താഴേക്കിറങ്ങുന്നതിനിടെ മലമുകളിൽ ക്യാമ്പ് ചെയ്തിരുന്ന ആളുകളെയും അവർ കാണുന്നു. വോൾക്കാനിക് ആക്ടിവിറ്റി ആരംഭിച്ചെന്നത് മേരി ഉടൻ മനസ്സിലാക്കുന്നു. അവൾ എല്ലാവരോടും ഉടൻ ഇവിടെ നിന്ന് രക്ഷപ്പെടൂ എന്ന് വിളിച്ചു പറയാൻ തുടങ്ങുന്നു. കുറച്ചു സമയത്തിനുശേഷം മേരി ആശുപത്രിയിലേക്ക് ഇടയ്ക്കയിൽ കണ്ണു തുറക്കുന്നു. ഡയറക്ടർ അവളോട് പറയുന്നു, അവളുടെ സഹപ്രവർത്തകന്റെ നില അതീവ ഗുരുതരമാണ്. വിഷവാതകം ശ്വസിച്ചതിനെ തുടർന്ന് അവൻ കോമയിലായി. ഈ തവണ അഗ്നിപർവ്വതത്തിൽ നിന്ന് വലിയ അളവിൽ വിഷവാതകമാണ് പുറത്തുവന്നത്. ഭാഗ്യം കൊണ്ട് ആരുടെയും ജീവൻ പോയില്ല. പക്ഷേ ഡയറക്ടർക്ക് വ്യക്തമായിരുന്നു ഇത് വെറും തുടക്കമാണെന്ന്. കാരണം ആദ്യം വിഷവാതകം പുറത്തുവരും, പിന്നെ ചാരം, അതിനുശേഷം ഉരുകിയ ലാവ. അതിലും ഭീകരമായ കാര്യം, മലയുടെ ഒരു ഭാഗം കടലിലേക്ക് തകർന്നു വീണാൽ അതൊരു മഹാസുനാമിക്ക് കാരണമാകും. അങ്ങനെ സംഭവിച്ചാൽ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളുടെ ജീവൻ അപകടത്തിലാകും. ചെറിയ ദ്വീപരാജ്യങ്ങൾ മുഴുവൻ കടലിൽ മുങ്ങിപ്പോകാനും സാധ്യതയുണ്ട്. ആളുകളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ മാത്രം പോലും കോടിക്കണക്കിന് പണം വേണ്ടിവരും. അതിലും വലിയ ഭീഷണി, ഭയവും പരിഭ്രാന്തിയും കാരണം കൂടുതൽ ആളുകൾ മരിക്കാനിടയുണ്ട്. അതുകൊണ്ടാണ് ഡയറക്ടർ ഇപ്പോഴും കൂടുതൽ ഉറപ്പുള്ള തെളിവുകൾ കിട്ടുന്നതുവരെ കാത്തിരിക്കണമെന്ന് തീരുമാനിച്ചത്. പക്ഷെ മേരി ഇനി കാത്തിരിക്കാൻ തയ്യാറായിരുന്നില്ല. അവൾ ഡയറക്ടറോട് തുറന്നു പറയുന്നു, ഇപ്പോൾ നടപടിയെടുത്തില്ലെങ്കിൽ പിന്നീടെല്ലാം കൈവിട്ടുപോകും. അവസാനം സമ്മർദ്ദം കാരണം ഡയറക്ടർ മേരിയെ കൂട്ടി മേയറിനെ കാണാൻ പോകുന്നു. പക്ഷേ മേയറിന്റെ നിലപാട് മാറിയില്ല. പൂർണ്ണമായ ഉറപ്പില്ലാതെ ജനങ്ങളെ ഭയപ്പെടുത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം വീണ്ടും തെറ്റായ മുന്നറിയിപ്പ് നൽകിയാൽ തന്റെ സ്ഥാനം തന്നെ നഷ്ടപ്പെടും. മേരിയും ഡയറക്ടറും എത്ര പറഞ്ഞിട്ടും മേയർ ഇപ്പോഴും കാത്തിരിക്കാനാണ് തീരുമാനിക്കുന്നത്. അതേസമയം റിസോർട്ടിൽ നിക്കും ഹിമിയും വീണ്ടും വഴക്കിടുന്നു. മകൻ കാണാതായ സമയത്ത് ഉടൻ പറഞ്ഞില്ലെന്ന് ഹിമി നിക്കിനെ കുറ്റപ്പെടുത്തുന്നു. അതിന് നിക്ക് കോപത്തോടെ മറുപടി പറയുന്നു, മുഴുവൻ ദിവസവും കുട്ടികളെ ശ്രദ്ധിക്കാതിരുന്നത് നീ തന്നെയല്ലേ എന്ന്. ഇരുവരും തമ്മിൽ ആരും ആരെയും മനസ്സിലാക്കാൻ തയ്യാറായിരുന്നില്ല. അതേസമയം സാറയുടെ ജീവിതവും തകരാൻ തുടങ്ങുന്നു. ഒരു ദിവസം മുൻപ് കൂട്ടുകാരിയായ പെൺകുട്ടി പോലും ഇപ്പോൾ അവളെ കടുപ്പമായി കുറ്റപ്പെടുത്തുന്നു. കാരണം സാറ അറിയാതെ അവളുടെ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു.
ആ വീഡിയോ രഹസ്യമായി പകർത്തിയത് മറ്റൊരാൺകുട്ടിയായിരുന്നു. പക്ഷെ കുറ്റം മുഴുവൻ സാറയുടെ മേലേക്ക് വീഴുന്നു. അതോടെ മനസ്സ് തകർന്ന സാറ തന്റെ മുറിയിലേക്ക് പോയി കരയാൻ തുടങ്ങുന്നു. അവിടെ ഇരിക്കുമ്പോൾ അടുത്ത മുറിയിൽ മാതാപിതാക്കൾ വീണ്ടും വലിയ ശബ്ദത്തിൽ വഴക്കിടുന്നത് അവൾ കേൾക്കുന്നു. ഇനി അവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ അവൾക്ക് തോന്നുന്നില്ല. റിസോർട്ട് വിട്ട് നേരെ വിമാനത്താവളത്തിലേക്ക് പോകുന്നു. അവിടെ നിന്ന് നോർവേയിലുള്ള അമ്മാവനെ വിളിച്ച് തിരികെ പോകാൻ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു തരാൻ അവൾ ആവശ്യപ്പെടുന്നു. സാറയുടെ അമ്മാവൻ ചോദിക്കുന്നു, "നീ ഒറ്റയ്ക്ക് എന്തിനാണ് യാത്ര പോകുന്നത്?" പക്ഷേ സാറ അതിന് വ്യക്തമായ മറുപടി നൽകുന്നില്ല. അമ്മാവന് സംശയം തോന്നുന്നു. അവൻ ഉടൻ തന്നെ തന്റെ സഹോദരിയായ ഹിമിയെ വിളിക്കുന്നു. പക്ഷേ ആ സമയത്ത് ഹിമി യോഗ ചെയ്യുന്നതിനാൽ ഫോൺ കേൾക്കുന്നില്ല. അതേസമയം ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൂടുതൽ ഭീകരമായ വിവരങ്ങളെത്തുന്നു. ദ്വീപ് മുഴുവൻ ചെറിയ ഭൂചലനങ്ങൾ തുടർച്ചയായി ഉണ്ടാകുകയാണ്. അതിന്റെ കേന്ദ്രം പതുക്കെ മുകളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. ഇതൊരു കാര്യമാണ് വ്യക്തമാക്കുന്നത്: അഗ്നിപർവ്വതം ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാം. അത് മനസ്സിലായതോടെ ഡയറക്ടർ ഉടൻ വിമാനത്താവള നിയന്ത്രണ വിഭാഗത്തോട് ലാ പാൽമയിലേക്കുള്ള എല്ലാ വിമാനങ്ങളും നിർത്തിവെക്കാൻ ഉത്തരവിടുന്നു. കാരണം വോൾക്കാനിക് ആഷ് വിമാനത്തിന്റെ എഞ്ചിനിനെ ഗുരുതരമായി ഡാമേജ് ചെയ്യാം. അതോടെ വിമാനം തകർന്നു വീഴാനും സാധ്യതയുണ്ട്. പക്ഷെ ആ മുന്നറിയിപ്പ് എത്തുമ്പോഴേക്കും വളരെ വൈകിയിരുന്നു. പെട്ടെന്ന് മലയൊരു ഭാഗത്തുനിന്ന് ശക്തമായൊരു പൊട്ടിത്തെറി ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടിപ്പോകുന്നു. അതേസമയത്ത് സാറയുണ്ടായിരുന്ന ഫ്ലൈറ്റ് റൺവേയിൽ വേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. എയർ ട്രാഫിക് കൺട്രോൾ ഉടൻ ടേക്ക് ഓഫ് നിർത്താൻ പൈലറ്റിനോട് പറയുന്നു. പക്ഷേ റൺവേ വളരെ ചെറുതായതിനാൽ വിമാനം പാതിയിൽ നിർത്താൻ സാധിക്കാതെ ടേക്ക് ഓഫ് തുടരേണ്ടിവരുന്നു. അതേസമയം ഹിമി തന്റെ സഹോദരന്റെ മിസ്ഡ് കോൾ ശ്രദ്ധിക്കുന്നു. ഉടൻ തിരിച്ചു വിളിച്ചപ്പോൾ സാറ എയർപോർട്ടിലേക്ക് പോയെന്ന കാര്യം അവൾ അറിയുന്നു. അത് കേട്ടതോടെ ഹിമി ഭയന്ന് നിക്കിനെ തേടി ഓടുന്നു. അപ്പോഴേക്കും കട്ടിയുള്ള വോൾക്കാനിക് ആഷിന്റെ നടുവിലൂടെ ഒരു വിമാനത്തിന്റെ വലിയ ശബ്ദം കേൾക്കുന്നു. അടുത്ത നിമിഷം തന്നെ ആകാശത്ത് ഭീകരമായൊരു എക്സ്പ്ലോഷൻ. ഹിമി ഭയന്ന് മുഖം മൂടുന്നു. തന്റെ മകൾ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നറിയാതെ. എയർപോർട്ടിലേക്ക് പോകാൻ അവർ തയ്യാറാകുന്നതിനിടെയാണ് ഹിമിക്ക് സഹോദരനിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നത്. വിദേശകാര്യ വകുപ്പിൽ ജോലി ചെയ്യുന്ന അവൻ ഇതിനോടകം തന്നെ പ്ലെയിൻ ക്രാഷിനെക്കുറിച്ച് വിവരം ലഭിച്ചിരുന്നു. റെസ്ക്യൂ ടീമുകൾ പ്രവർത്തനം തുടങ്ങി. രക്ഷപ്പെട്ടവരെ ദ്വീപിലെ ഏക ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണെന്നും അവൻ പറയുന്നു. ഹിമിയും നിക്കും ഹോസ്പിറ്റലിലെത്തി മണിക്കൂറുകളോളം സാറയെ തിരയുന്നു. പക്ഷെ അവളെ കണ്ടെത്താൻ കഴിയുന്നില്ല. ഹോസ്പിറ്റൽ സ്റ്റാഫ് ഫ്ലൈറ്റ് പാസഞ്ചർ ലിസ്റ്റ് കാണിക്കുന്നു. പേരിന്റെ അടുത്ത് മാർക്കുള്ളവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നവരാണ്. ബാക്കി എല്ലാവരും മിസ്സിംഗ് ലിസ്റ്റിലാണ്. സാറയുടെ പേര് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് സമീപം ഒരു മാർക്ക് പോലുമില്ല. അത് കണ്ടതോടെ ഇരുവരും പൂർണ്ണമായി തകർന്നു പോകുന്നു. ക്ഷീണിച്ചും മനസ്സ് തകർന്നും അവർ ഹോട്ടലിലേക്ക് തിരികെ പോകുന്നു. ഇനി എന്തു ചെയ്യണമെന്ന് പോലും അറിയാതെ. പക്ഷേ റൂമിന്റെ ഡോർ തുറന്ന നിമിഷം അവർ ഞെട്ടിപ്പോകുന്നു. സാറ അവിടെ സുരക്ഷിതമായിരിക്കുകയായിരുന്നു. സത്യത്തിൽ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നതിനിടെയാണ് സാറയ്ക്ക് അവളുടെ ഫ്രണ്ടിന്റെ മെസ്സേജ് വന്നത്. അവൾ സത്യസന്ധമായി മാപ്പു ചോദിക്കുകയും ക്ഷമിക്കണമെന്നും പറഞ്ഞിരുന്നു. അത് വായിച്ച ശേഷം അവസാന നിമിഷത്തിൽ സാറ ഫ്ലൈറ്റിൽ കയറാതിരിക്കാൻ തീരുമാനിച്ചു. ഈ സംഭവത്തിനു ശേഷം സാറയും അവളുടെ ഫ്രണ്ടും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കൂടുതൽ ശക്തമാകുന്നു. അതേസമയം ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ സ്ഥിതി കൂടുതൽ ഭീകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സയന്റിസ്റ്റ്സ് ഉടൻ തന്നെ ഐലൻഡ് ഇവാക്യുവേറ്റ് ചെയ്യണമെന്നു പറയുന്നുണ്ടെങ്കിലും മേയർ ഇപ്പോഴും അതിന് സമ്മതിക്കുന്നില്ല. ഇപ്പോൾ ഇങ്ങനെയൊരു അനൗൺസ്മെന്റ് നൽകിയാൽ ആളുകൾ പാനിക്കാവും. ആ കലാപത്തിൽ കൂടുതൽ ആളുകൾക്ക് അപകടമുണ്ടാകാം എന്ന് മേയർ പറയുന്നു. ഇതിനു മുൻപും വോൾക്കാനിക് ആഷ് വന്നിട്ടുണ്ട്. പക്ഷേ വലിയ ഡിസ്ട്രക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. വീണ്ടും തെറ്റായ വാർണിംഗ് നൽകിയാൽ എല്ലാവരുടെയും ജോബ് പോകുമെന്ന ഭയവും അവനുണ്ട്. ജനങ്ങളെ ഇപ്പോഴും വാൺ ചെയ്യുന്നില്ലെന്ന് മനസ്സിലായതോടെ ഡയറക്ടർ ഒടുവിൽ ഒരു പേഴ്സണൽ ഡിസിഷൻ എടുക്കുന്നു. അവൻ തന്റെ എല്ലാ എംപ്ലോയീസിനോടും ഐലൻഡ് ഉടൻ വിടാൻ പറയുന്നു. പക്ഷേ താൻ മാത്രം അവസാന പേഴ്സണായി അവിടെ തുടരാൻ തീരുമാനിക്കുന്നു. ഈ തീരുമാനം മേരിക്ക് ഇഷ്ടമായിരുന്നില്ല. പക്ഷേ അവൾക്കും സ്വന്തം യങ് ബ്രദറിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം തന്റെ സഹോദരൻ മദ്യപിച്ച് ഒരു ബാറിൽ പ്രശ്നമുണ്ടാക്കുകയാണെന്ന് മേരി അറിയുന്നു. അവൾ അവിടെ സഹായിക്കാൻ പോകുന്നു. പക്ഷെ പോലീസ് ഒഫീഷ്യൽ ഡ്യൂട്ടിയിൽ ഇന്റർഫിയർ ചെയ്തതിന് അവളെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. കുറച്ചുകഴിഞ്ഞ് മദ്യലഹരി മാറിയപ്പോൾ തന്റെ തെറ്റ് സഹോദരന് മനസ്സിലാകുന്നു. അവൻ ഉടൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിച്ചെന്ന് മേരിയെ കാണുന്നു. നിന്നെ രക്ഷിക്കാൻ ബെസ്റ്റ് ലോയറിനെ പോലും കൊണ്ടുവരാമെന്ന് പറയുന്നു. പക്ഷേ സമയം വളരെ വേഗത്തിൽ തീർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം വോൾക്കാനോ ഏതു നിമിഷവും ഇറപ്റ്റ് ചെയ്യാം. ഇപ്പോൾ ചോദ്യം ഒന്നുമാത്രം: ഈ അപകടദ്വീപിൽ നിന്ന് ഈ സഹോദരങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? പക്ഷേ സത്യത്തിൽ യഥാർത്ഥ കറ്റാസ്ട്രഫി ഇപ്പോഴാണ് തുടങ്ങുന്നത്. ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്കറിയാം,
ഒരു വോൾക്കാനോ ആഷ് പുറത്തുവിടാൻ തുടങ്ങിയാൽ അടുത്ത സ്റ്റേജ് സാധാരണ ഫുൾ ഇറപ്ഷൻ ആയിരിക്കും. അങ്ങനെ സംഭവിച്ചാൽ മലയുടെ ഒരു വലിയ ഭാഗം കടലിലേക്ക് തകർന്നു വീഴും. അതോടെ നൂറുകണക്കിന് മീറ്റർ ഉയരമുള്ള മാസിവ് സുനാമി രൂപപ്പെടും. അത് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായി മാറാനും സാധ്യതയുണ്ട്. രാത്രിയായപ്പോൾ വോൾക്കാനോയിൽ നിന്ന് വീണ്ടും വെള്ള നിറത്തിലുള്ള പുക ഉയരാൻ തുടങ്ങുന്നു. ഉറങ്ങിക്കിടന്ന ഒരു മോൺസ്റ്റർ ഉണരാൻ പോകുന്നതുപോലെ. അതേസമയം നിക്കും ഫാമിലിയും ഇപ്പോഴും കടലിൽ സമയം ചിലവഴിക്കുകയായിരുന്നു, മുന്നിലേക്ക് വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ചൊന്നും അറിയാതെ. പെട്ടെന്ന് ഫോൺ വരുന്നു. ഹിമി കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ അത് അവളുടെ ബ്രദറായിരുന്നു. ഗവൺമെന്റിന് ഇതിനോടകം തന്നെ മുഴുവൻ സിറ്റുവേഷനും അറിയാം. എന്നാൽ ആളുകൾ പാനിക് ആകരുതെന്ന് കരുതി അവർ വിവരം സീക്രട്ടായി വെച്ചിരിക്കുകയാണ്. അവൻ രഹസ്യമായി അവർക്കായി ഒരു ഫെറി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചു മിനിറ്റുകൾക്കുള്ളിൽ അടുത്ത ഐലൻഡായ ടെനറിഫിലേക്ക് പോകും. അവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് വീട്ടിലേക്ക് മടങ്ങാം. പക്ഷേ ഫെറി പുറപ്പെടാൻ ഇനി വെറും 20 മിനിറ്റ് മാത്രം ബാക്കിയുണ്ട്. രക്ഷപ്പെടാനുള്ള അവസരം കൈവിട്ടു പോകുകയാണ്. സഹോദരന്റെ വാർണിംഗ് കേട്ടതോടെ ഹിമി ഒരു നിമിഷം പോലും വേസ്റ്റ് ചെയ്യാതെ ഭർത്താവിനെയും 2 കുട്ടികളെയും കൂട്ടി അവിടെ നിന്ന് പോകാൻ തയ്യാറാകുന്നു. പക്ഷേ സാറ ഒരു കാര്യം ഉറച്ചു പറയുന്നു. തന്റെ കൂട്ടുകാരിയായ ഷെറിയെയും കൂടെ കൊണ്ടുപോകണം. അവൾ ഷെറിയെ പലതവണ വിളിച്ചെങ്കിലും ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഹിമി പറയുന്നു, ഇപ്പോൾ ഇതിനകം വൈകിയിരിക്കുന്നു, ഏതു നിമിഷവും സുനാമി വന്നേക്കാം. അവസാനം സാറയ്ക്ക് കുടുംബത്തോടൊപ്പം പോകാതെ വഴിയില്ലാതാകുന്നു. അവർ പുറത്തേക്കിറങ്ങിയപ്പോൾ റോഡിലൊരു ടാക്സി പോലും ഇല്ലെന്ന് മനസ്സിലാകുന്നു. സമയം അതിവേഗത്തിൽ തീർന്നുകൊണ്ടിരുന്നു. അപ്പോഴാണ് നിക്കിനൊരാശയം വരുന്നത്. അവൻ പെട്ടെന്നൊരു ട്രക്ക് തടഞ്ഞു നിർത്തി കുടുംബത്തെ മുഴുവൻ അതിൽ കയറ്റുന്നു. അവിടെയുള്ള തൊഴിലാളികൾ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കും മുൻപ് തന്നെ നിക്ക് ട്രക്കെടുത്ത് വേഗത്തിൽ അവിടെ നിന്ന് പോകുന്നു. കുറച്ചു സമയത്തിനു ശേഷം അതേ തൊഴിലാളികൾ അവരെ പിന്തുടർന്ന് ഫെറി ടെർമിനലിൽ എത്തുന്നു. കുടുംബത്തിന്റെ സുരക്ഷയ്ക്കായി നിക്ക് ഹിമിയോടും കുട്ടികളോടും ഉടൻ ഫെറിയിൽ കയറാൻ പറയുന്നു. പക്ഷെ നിക്ക് അവിടെ തന്നെ നിൽക്കുന്നു. അതേസമയം തൊഴിലാളികൾ അവനെ ചുറ്റിപ്പറ്റി മർദ്ദിക്കാൻ തുടങ്ങുന്നു. അവസാനം നിക്ക് തന്റെ പേഴ്സ് എടുത്ത് അവർക്ക് കൊടുക്കുന്നു. അതിനുശേഷമാണ് അവർ അവനെ വിടുന്നത്. പക്ഷെ അപ്പോഴേക്കും വളരെ വൈകിയിരുന്നു. തന്റെ കുടുംബത്തെ കൊണ്ടുപോകുന്ന ഫെറി പതുക്കെ അകന്നുപോകുന്നത് നിക്ക് നിസ്സഹായനായി നോക്കി നിൽക്കുന്നു. അതേസമയം ഷെറി കടൽ തീരത്തായിരുന്നു. ഫോണിൽ വന്ന മിസ്ഡ് കോൾസ് കണ്ട അവൾ ഉടൻ സാറയെ തിരികെ വിളിക്കുന്നു. സാറ അവരോട് പറയുന്നു, എങ്ങനെയെങ്കിലും ടെനറിഫിലേക്ക് എത്താൻ നോക്ക്, ഇല്ലെങ്കിൽ ഉടൻ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പോലും പറ്റാതാകും. കുറച്ചു മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ശക്തമായ ഭൂചലനം ആരംഭിക്കുന്നു. ഓഫീസിൽ ഒറ്റയ്ക്കിരുന്നിരുന്ന ഡയറക്ടർ ഉടൻ മനസ്സിലാക്കുന്നു അപകടം അതിന്റെ പരമാവധി ഘട്ടത്തിലെത്തിയെന്ന്. അവനുടൻ മേയറുടെ ഓഫീസിലേക്ക് വിളിച്ച് അടിയന്തര ഒഴിപ്പിക്കൽ പ്രഖ്യാപനം നടത്താൻ ആവശ്യപ്പെടുന്നു. അതേസമയം ഫെറി നഷ്ടപ്പെട്ട നിക്ക് ഒരു സ്പീഡ് ബോട്ട് വാടകയ്ക്ക് കിട്ടുമോ എന്ന് അന്വേഷിച്ച് കടൽ തീരത്തുള്ള ബോട്ട് കേന്ദ്രത്തിലേക്ക് ഓടുന്നു. പക്ഷേ അടിയന്തര മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച നിമിഷം അവിടെയുള്ളവർ സഹായിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോഴാണ് ഹോട്ടലിൽ പരിചയപ്പെട്ട ഒരാൾ അവിടേക്കെത്തുന്നത്. അവൻ നിക്കിനോട് പറയുന്നു, ഒരു ബോട്ടുകാരനെ ഞാൻ പണം കൊടുത്ത് സമ്മതിപ്പിച്ചിട്ടുണ്ട്. ഇരുവരും ഉടൻ കടൽ തീരത്തേക്ക് ഓടുന്നു. അവിടെ ബോട്ടുകാരൻ കാത്തിരിക്കുകയായിരുന്നു. നിക്കിനായി അവസാന സീറ്റ് പോലും അവൻ ഒരുക്കിയിരുന്നു. അവർ ബോട്ടിൽ കയറാൻ തയ്യാറാകുന്നു. ബോട്ട് പുറപ്പെടാൻ പോകുന്നതിനിടെയാണ് ഒരു സ്ത്രീ കുഞ്ഞിനെ കയ്യിലെടുത്ത് അവിടേക്ക് ഓടിയെത്തുന്നത്. അവൾ കരഞ്ഞുകൊണ്ട് സഹായം ചോദിക്കുന്നു. എന്റെ കുഞ്ഞ് വളരെ ചെറുതാണ്, ദയവായി അവനെ രക്ഷിക്കണം. അത് കേട്ട് നിക്ക് ഒരു നിമിഷം മൗനമായി നിൽക്കുന്നു. അവസാനം ആ സ്ത്രീയെയും കുഞ്ഞിനെയും രക്ഷിക്കാൻ നിക്ക് തന്റെ സീറ്റ് അവർക്ക് കൊടുക്കുന്നു. അത് കണ്ട സുഹൃത്ത് അത്ഭുതപ്പെടുന്നു. അതേസമയം ആശുപത്രിയിൽ കിടന്നിരുന്ന മേരിയുടെ കോലീഗ് അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ട് ഉണരുന്നു. പുറത്തേക്കിറങ്ങി നോക്കിയ നിമിഷം തന്നെ അവന് സ്ഥിതിയുടെ ഭീകരത മനസ്സിലാകുന്നു. എന്നാൽ അവൻ ഭയപ്പെടുന്നില്ല. കാരണം ഇതുപോലൊരു സാഹചര്യം വരുമെന്ന് അവൻ മുൻകൂട്ടി പ്രതീക്ഷിച്ചിരുന്നു. അവൻ വസ്ത്രം മാറി നേരെ ഡയറക്ടറുടെ ഓഫീസിലേക്ക് പോകുന്നു. എന്തായാലും അവസാന നിമിഷങ്ങൾ വരുമ്പോൾ ഡയറക്ടറെ ഒറ്റയ്ക്ക് വിടരുതെന്നാണ് അവന്റെ തീരുമാനം. അതേസമയം നിക്ക് ദൂരെയുള്ള മലയിൽ നിന്ന് ഉയരുന്ന തീയും ലാവയും നോക്കി നിൽക്കുകയായിരുന്നു. ഇനി എവിടേക്ക് പോകണം, എന്തു ചെയ്യണമെന്നൊന്നും അവനറിയില്ല. ഒടുവിൽ അവൻ ഹിമിയെ വിളിക്കുന്നു. കുട്ടികളെ നന്നായി നോക്കണം, ഞാനിനി തിരികെ വരാതിരിക്കാം. വേദന നിറഞ്ഞ ശബ്ദത്തിൽ അവനത് പറഞ്ഞപ്പോൾ ഹിമിയുടെ ഹൃദയം തകർന്നുപോകുന്നു. അതിനിടെ മേരിയുടെ സഹോദരൻ എങ്ങനെയോ പോലീസ് സ്റ്റേഷന്റെ താക്കോൽ കൈക്കലാക്കുന്നു. അവൻ മേരിയെ ലോക്കപ്പിൽ നിന്ന് പുറത്തിറക്കുന്നു. പുറത്തേക്ക് പോകുമ്പോൾ സമീപത്തെ സെല്ലിലുണ്ടായിരുന്ന മറ്റൊരു തടവുകാരനെയും അവൻ വിട്ടയക്കുന്നു. സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ അവർ നിക്കിനെ കാണുന്നു. എല്ലാ ബോട്ടുകളും പോയെന്ന് നിക്ക് നിരാശയോടെ പറയുന്നു. പക്ഷേ മേരിയുടെ സഹോദരൻ ഒരു രഹസ്യം വെളിപ്പെടുത്തുന്നു. മത്സ്യബന്ധനത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു സ്പീഡ് ബോട്ട് ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് കേട്ടതോടെ നിക്കിന്റെ മനസ്സിൽ വീണ്ടും പ്രതീക്ഷയുടെ ഒരു ചെറിയ വെളിച്ചം തെളിയുന്നു. മൂവരും വേഗത്തിൽ കടൽത്തീരത്തേക്ക് ഓടുന്നു. അവിടെ ഒരു മറഞ്ഞ കോണിൽ സ്പീഡ് ബോട്ട് സുരക്ഷിതമായി കിടക്കുകയായിരുന്നു.
ബോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോഴാണ് പെട്ടെന്ന് പിന്നിൽ നിന്നൊരു തോക്കുകാരൻ പ്രത്യക്ഷപ്പെടുന്നത്. അവൻ മറ്റാരുമല്ല, കുറച്ചു മുമ്പ് ജയിലിൽ നിന്ന് വിട്ടയച്ച തടവുകാരൻ തന്നെയായിരുന്നു. ഇപ്പോൾ ആ ബോട്ട് മുഴുവനായും സ്വന്തമാക്കണമെന്നാണ് അവന്റെ ആവശ്യം. മേരിയുടെ സഹോദരൻ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ബോട്ടിൽ ഒരാൾക്ക് കൂടി സ്ഥലമുണ്ട്, നമുക്കൊരുമിച്ചു പോകാം. പക്ഷെ ആ മനുഷ്യൻ സമ്മതിക്കുന്നില്ല. തന്റെ കൂട്ടുകാർ വരികയാണെന്നും ബോട്ട് മുഴുവനായും തനിക്കാണെന്നും അവൻ പറയുന്നു. വാക്കുതർക്കം രൂക്ഷമാകുന്നതിനിടയിൽ പെട്ടെന്നൊരു വെടിയൊച്ച മുഴങ്ങുന്നു. വെടിയുണ്ട നേരെ മേരിയുടെ സഹോദരനെ തുളച്ചുകയറുന്നു. മേരി അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നെങ്കിലും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവൻ മരിക്കുന്നു. അപ്പോഴേക്കും മറ്റു കുറ്റവാളികളും അവിടേക്കെത്തുന്നു. സ്ഥിതി അപകടകരമാണെന്ന് മനസ്സിലാക്കിയ നിക്ക് ഉടൻ മേരിയുടെ കൈപിടിച്ച് ബോട്ടിലേക്ക് വലിച്ചുകയറ്റുന്നു. അവന്റെ കയ്യിൽ തോക്കുള്ളതിനാൽ മറ്റുള്ളവർക്ക് അടുക്കാൻ ധൈര്യമുണ്ടാകുന്നില്ല. അവസാനം അവർ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് ദ്വീപിൽ നിന്ന് രക്ഷപ്പെടാൻ തുടങ്ങുന്നു. പിന്നിൽ അഗ്നിപർവ്വതം കൂടുതൽ ഭീകരമായി പൊട്ടിത്തെറിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് നിക്കിന്റെ ഫോണിലേക്ക് ഭാര്യയുടെ സഹോദരനിൽ നിന്ന് ഒരു സന്ദേശമെത്തുന്നത്. അടുത്ത ദ്വീപായ ടെനറിഫയിൽ ഒരു സുരക്ഷിത മേഖല ഒരുക്കിയിട്ടുണ്ടെന്നും അവിടെ എത്തുന്നതാണ് ജീവനോടെ രക്ഷപ്പെടാനുള്ള ഏക മാർഗമെന്നും അതിൽ പറയുന്നു. ഇതിനിടെ മേരി ഭയത്തിൽ തളർന്നു നിൽക്കുകയായിരുന്നു. അവർ ബോട്ട് തിരിച്ച് സുനാമി എത്തുന്നതിനു മുൻപ് കഴിയുന്നത്ര വേഗത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അതേസമയം ടെനറിഫെ വിമാനത്താവളത്തിൽ അവസാന വിമാനത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു. ഹിമിയും മകനും സാറയും ഇതിനോടകം ബോർഡിംഗ് ഗേറ്റിൽ എത്തിക്കഴിഞ്ഞിരുന്നു. പാസ്പോർട്ട് പരിശോധിക്കുന്നതിനിടയിൽ ജീവനക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നു. ഹിമിയുടെ കയ്യിൽ ഒരു അധിക ടിക്കറ്റുണ്ടായിരുന്നു. ഹീമിയുടെ കയ്യിലുണ്ടായിരുന്ന അധിക പാസ്പോർട്ട് കണ്ട ജീവനക്കാർ കാര്യം ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയുന്നു, എന്റെ ഭർത്താവ് എത്താൻ സാധ്യതയുണ്ട്. ജീവനക്കാർ അവർക്കെല്ലാം മഞ്ഞ നിറത്തിലുള്ള ഒരു കൈവള നൽകുന്നു. അതായിരുന്നു വിമാനത്തിൽ കയറാനുള്ള അനുമതി. ആ കൈവളയുള്ളവർക്ക് മാത്രമേ വിമാനത്തിൽ പ്രവേശിക്കാൻ കഴിയൂ. പക്ഷേ സാറയുടെ മനസ്സ് ഇപ്പോഴും ഷെറിയെക്കുറിച്ചായിരുന്നു. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഷെറി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ടെന്ന് കാണുന്നു. പക്ഷേ അവളുടെ കയ്യിൽ ബോർഡിംഗ് അനുമതിയില്ലായിരുന്നു. അപ്പോൾ സാറ ഒരു വലിയ തീരുമാനമെടുക്കുന്നു. വിമാനം പുറപ്പെടാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അവൾ തന്റെ അച്ഛനുവേണ്ടി സൂക്ഷിച്ചിരുന്ന അനുമതി ഷെറിക്കു കൊടുക്കുന്നു. ശേഷം അവളും വിമാനത്തിലേക്ക് കയറുന്നു. അതേസമയം ഹീമിയും മകരും ഇതിനകം വിമാനത്തിനുള്ളിൽ കയറിയിരുന്നു. പക്ഷെ സാറയെ കാണാനില്ല. വിമാനം പുറപ്പെടാൻ തയ്യാറായി നിൽക്കുമ്പോൾ ഹീമി ഭയപ്പെടുന്നു. അവൾ മകനെയും കൂട്ടി വിമാനത്തിൽ നിന്ന് ഇറങ്ങി സാറയെ തേടി ഓടുന്നു. അവർ തടയാൻ ശ്രമിച്ചെങ്കിലും അവളത് കാര്യമാക്കുന്നില്ല. അതേസമയം ഡയറക്ടറും മേരിയുടെ കുളീഗും സംരക്ഷണ വസ്ത്രങ്ങൾ ധരിച്ച് അഗ്നിപർവ്വതത്തിന്റെ സമീപത്ത് എത്തിച്ചേർന്നിരുന്നു. ഇനി ഈ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അവർക്കറിയാമായിരുന്നു. എങ്കിലും അവർ ഭയപ്പെട്ടില്ല. രണ്ടുപേരും മരണത്തെ നേരിട്ട് കണ്ട് അവിടെ തന്നെ നിന്നു. അപ്പോൾ കൊളീഗ് തന്റെ പോക്കറ്റിൽ നിന്ന് 1 വർഷം പഴക്കമുള്ള ചുവന്ന വൈൻ കുപ്പി പുറത്തെടുക്കുന്നു. അവസാന നിമിഷം ഒരുമിച്ച് ആഘോഷിക്കാമെന്ന് കരുതിയപ്പോഴാണ് 78 വർഷമായി ഉറങ്ങിക്കിടന്നിരുന്ന അഗ്നിപർവ്വതം പൂർണ്ണ ശക്തിയോടെ പൊട്ടിത്തെറിച്ചത്. ഒരു ഭീമൻ സ്ഫോടനത്തോടൊപ്പം ദ്വീപിന്റെ വലിയൊരു ഭാഗം രണ്ടായി പിളരുന്നു. മലയുടെ ഒരു വൻ ഭാഗം നേരെ കടലിലേക്ക് തകർന്നു വീഴുന്നു. അതിന്റെ ആഘാതത്തിൽ 100 അടി ഉയരമുള്ള തിരമാലകൾ നിമിഷങ്ങൾക്കുള്ളിൽ രൂപം കൊള്ളുന്നു. അതേസമയം സാറയും ഷെറിയും വീണ്ടും വിമാനത്തിലേക്ക് മടങ്ങിയെത്തുന്നു. അവർ ഹീമിയെയും സഹോദരനെയും തിരയുന്നു. പക്ഷേ വിമാന ജീവനക്കാർ ഉടൻ സീറ്റ് ബെൽറ്റ് ധരിക്കാൻ ആവശ്യപ്പെടുന്നു. വിമാനം ഉടൻ പുറപ്പെടാനിരിക്കുകയായിരുന്നു. സാറയ്ക്കറിയില്ലായിരുന്നു അവളുടെ അമ്മയും സഹോദരനും ഇപ്പോഴും അവളെ തേടിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഭാഗ്യവശാൽ ആ സമയത്ത് ഹീമിക്ക് സഹോദരനിൽ നിന്ന് ഒരു സന്ദേശം ലഭിക്കുന്നു. ടെനറിഫേയിൽ മറ്റൊരു സുരക്ഷിത മേഖല കണ്ടെത്തിയിട്ടുണ്ടെന്നും അവിടെ എത്താൻ കഴിഞ്ഞാൽ സുനാമിയിൽ നിന്ന് രക്ഷപ്പെടാമെന്നും സന്ദേശത്തിൽ പറയുന്നു. ഹിമി ഉടൻ ആ ദിശയിലേക്ക് ഓടിത്തുടങ്ങുന്നു. ഓട്ടിസമുള്ള അവളുടെ മകൻ ഭൂമിശാസ്ത്രത്തിൽ അതീവ കഴിവുള്ളവനായിരുന്നു. അവൻ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സുരക്ഷിതമായ സ്ഥലം കണക്കുകൂട്ടി കണ്ടെത്തുന്നു. വിമാനത്താവളത്തിലെ ചില ജീവനക്കാരും അവരോടൊപ്പം ഓടുന്നു. അപ്പോഴാണ് മഹാസുനാമി വിമാനത്താവളത്തിലേക്ക് കുതിച്ചെത്തുന്നത്. വിമാനം റൺവേയിലൂടെ മുന്നേറുമ്പോൾ ഭൂമി പൊട്ടിത്തെറിക്കുന്നതുപോലുള്ള കാഴ്ചകൾ ചുറ്റുമുണ്ടാകുന്നു. അതേസമയം നിക്കും മേരിയും സ്പീഡ് ബോട്ടിൽ സുരക്ഷിത മേഖലയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ഫോണിന്റെ ചാർജ് തീരുന്നു. പക്ഷേ അവസാന നിമിഷത്തിൽ അവർ സുരക്ഷിത മേഖലയിലെ കരയിൽ എത്തിച്ചേരുന്നു. അവിടെ എത്തിയപ്പോൾ ഇതിനകം നിരവധി ആളുകൾ അവിടെ അഭയം തേടിയിട്ടുണ്ടെന്ന് അവർ കാണുന്നു. ഇതെല്ലാം സാധ്യമായത് ഹീമിയുടെ സഹോദരൻ കാരണമായിരുന്നു. വിദഗ്ധരുമായി സംസാരിച്ച ശേഷം ഏറ്റവും സുരക്ഷിതമായ പ്രദേശം അദ്ദേഹം മുൻകൂട്ടി കണ്ടെത്തിയിരുന്നു. സുനാമി സാധാരണ വൃത്താകൃതിയിൽ വ്യാപിക്കുന്നു. അങ്ങനെ വന്ന 2 ഭീമൻ തിരമാലകൾ ദ്വീപിന്റെ കിഴക്കൻ ഭാഗത്ത് തമ്മിൽ കൂട്ടിയിടിച്ച് പരസ്പരം ശക്തി നഷ്ടപ്പെടുത്തുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടിയിരുന്നു. ടെനറിഫയുടെ കിഴക്കൻ ഭാഗം തന്നെയായിരുന്നു ഏറ്റവും സുരക്ഷിതമായ സ്ഥലം. സ്വന്തം ജോലി പോലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞിട്ടും ഹിമിയുടെ സഹോദരൻ വലിയൊരു ധൈര്യമായ തീരുമാനമെടുത്തു. അവൻ നേരിട്ട് മൈക്ക് ഉപയോഗിച്ച് മാധ്യമങ്ങളോട് സുരക്ഷിത മേഖലയെക്കുറിച്ചുള്ള വിവരം അറിയിച്ചു. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ഫോണുകളിലേക്കും മുന്നറിയിപ്പ് സന്ദേശങ്ങൾ അയച്ചു. ആ ഒറ്റ തീരുമാനമാണ്
ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ചത്. പക്ഷേ നിക്ക് ചുറ്റും നോക്കിയപ്പോൾ ഭാര്യയെയോ കുട്ടികളെയോ എവിടെയും കാണാനായില്ല. ചുറ്റുമുണ്ടായിരുന്ന ആളുകളിൽ നിന്ന് അവനൊരു ഭീകര വാർത്ത കേൾക്കുന്നു. ദ്വീപിന്റെ ഭൂരിഭാഗവും നശിച്ചുപോയെന്നും അവസാനമായി പുറപ്പെട്ട വിമാനം തകർന്നു വീണുമെന്നുമായിരുന്നു ആ വാർത്ത. അതു കേട്ട നിക്കിന്റെ ലോകം തകർന്നുപോകുന്നു. ഇനി തന്റെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്നത് താൻ മാത്രമാണോ എന്ന് അവൻ ഭയപ്പെടുന്നു. അപ്പോഴാണ് ദൂരെ ഒരിടത്തുനിന്ന് പരിചിതമായ ഒരു ശബ്ദം കേൾക്കുന്നത്. അത്ഭുതകരമായി വിമാനാപകടത്തിൽ നിന്ന് ചിലർ രക്ഷപ്പെട്ടിരുന്നു. സാര പതുക്കെ കണ്ണു തുറക്കുന്നു. പക്ഷേ ഷെറി ഇപ്പോഴും ബോധരഹിതയായി കിടക്കുകയായിരുന്നു. സാര ഉടൻ അവളെ നിലത്ത് കിടത്തി ജീവൻ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം ആരംഭിക്കുന്നു. ഒരു വിമാന ജീവനക്കാരന്റെ സഹായത്തോടെ അവർ ഷെറിയെ രക്ഷിക്കുന്നു. ശേഷം അവർ വിമാനത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്നു. പുറത്ത് കണ്ട കാഴ്ച ഭീകരമായിരുന്നു. സുനാമി ലോകത്തിന്റെ പല ഭാഗങ്ങളെയും തകർത്തിരുന്നു. ചില ചെറിയ ദ്വീപ പ്രദേശങ്ങൾ പൂർണ്ണമായും കടലിനടിയിലായി. അതേസമയം നിക്കും ഹിമിയും തങ്ങളുടെ മകളെ ഇനി ഒരിക്കലും കാണാനാകില്ലെന്നാണ് കരുതിയത്. പക്ഷേ വിധി അവർക്കായി മറ്റൊന്നു കരുതിവച്ചിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം ഒരു രക്ഷാപ്രവർത്തന ഹെലികോപ്റ്റർ അവിടേക്കെത്തുന്നു. ഹെലികോപ്റ്ററിലേക്ക് നോക്കിയിരുന്നപ്പോൾ ആദ്യം സാരയെ തിരിച്ചറിഞ്ഞത് അവരുടെ മകനായിരുന്നു. ആ നിമിഷം എല്ലാവരുടെയും കണ്ണുകൾ നിറയുന്നു. ഇത്രയും വലിയ ദുരന്തവും നാശവും മരണവും നടന്നിട്ടും ഒടുവിൽ ആ കുടുംബം വീണ്ടും ഒന്നിക്കുന്നു. അമ്മയും അച്ഛനും മകളും മകനും എല്ലാവരും ജീവനോടെ. പക്ഷേ എല്ലാവർക്കും ആ ഭാഗ്യം ലഭിച്ചില്ല. അല്പമകലെ മേരി നിശബ്ദമായി നിൽക്കുകയായിരുന്നു. ഈ ദുരന്തത്തിൽ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ നഷ്ടമായിരുന്നു, സ്വന്തം സഹോദരനെ. കുടുംബം വീണ്ടും ഒന്നിച്ച സന്തോഷം ചുറ്റും നിറഞ്ഞു നിൽക്കുമ്പോഴും മേരിയുടെ മനസ്സിൽ ഒരു ശൂന്യത മാത്രം. കാരണം അവൾക്കറിയാം ഈ ദുരന്തത്തിനു മുമ്പുണ്ടായിരുന്ന ജീവിതം ഇനി ഒരിക്കലും തിരികെ വരില്ലെന്ന്. അങ്ങനെ ഒരു കുടുംബത്തിന്റെ പോരാട്ടവും മനുഷ്യരുടെ അതിജീവനവും പ്രകൃതിയുടെ ഭീകരശക്തിയും കാണിച്ചു തന്ന ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത സിനിമയുമായി വീണ്ടും വരാം. ബൈ.